എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ നേരുന്നു. ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്നത് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിലെ 28-ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകം ഇങ്ങനെയാണ്: അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യവ തത്രക പരിദേവന. നമുക്കെല്ലാവർക്കും അറിയാം, ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളും വളരെ പ്രാധാന്യപ്പെട്ടതാണ്. ഏതൊരു വ്യക്തിയാണോ ഈ ശ്ലോകങ്ങളെ കൃത്യമായിട്ട് പഠനപാഠനങ്ങൾ ചെയ്ത്, അതായത് വിവേകപൂർവ്വം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത്, ആ വ്യക്തിക്ക് ജീവിതത്തിൽ സുഖമോ ദുഃഖമോ ഉണ്ടായാൽ പോലും രണ്ടും തുല്യ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇത് ഏതൊരു വ്യക്തിയാണോ ശരിക്കും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത്. ഭഗവത്ഗീത വെറുതെ വായിച്ചത് കൊണ്ടോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടോ കാര്യമില്ല. ഭഗവത്ഗീത എപ്പോഴും അതിൻ്റെ ആന്തരിക തലത്തിൽ ഇറങ്ങിച്ചെല്ലാതെ ഭഗവത്ഗീതയെ ശരിക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല. ഐൻസ്റ്റൈനെ പോലുള്ളവർ പോലും ഭാരതത്തിൽ വന്ന് ഭഗവത്ഗീതയുടെ മാഹാത്മ്യം അറിഞ്ഞു പോയവരാണ്. എന്ത് നിങ്ങൾ ചെയ്യുന്നുവോ അത് ഭൗതികമായാലും ആത്മീയമായാലും നിങ്ങൾക്ക് ഏതൊരു സമയത്താണോ ഉത്തരം കിട്ടാതെ വരുന്നത്, ആ ഉത്തരം കിട്ടാതെ വരുന്ന സമയത്ത് ഭഗവത്ഗീതയെ റെഫർ ചെയ്താൽ മാത്രം മതി. ആ സമയത്ത് നിങ്ങൾക്ക് ശരിയായ ഉത്തരം അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതൊരു പുസ്തകത്തിന്, അതായത് ഒരു പുരാണ ഗ്രന്ഥം മാത്രമല്ല, മറിച്ച് എല്ലാ ജാതി മതസ്ഥർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന കുറെ കാര്യങ്ങൾ എഴുതി വെച്ച 700 ശ്ലോകങ്ങളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. ഈ ഗ്രന്ഥം ഓരോരുത്തരും പഠിക്കുമ്പോൾ ഓരോ ഐഡിയയാണ്, ഓരോ ആശയങ്ങളാണ് അവർക്ക് കിട്ടുന്നത്. അങ്ങനെ പലർക്കും കിട്ടാത്ത ആശയങ്ങൾ ഏതൊരു വ്യക്തിയാണോ ആത്മീയ തലത്തിൽ ഉന്നതിയിലേക്ക് പോകുന്നത്, ആ വ്യക്തിയുടെ ബുദ്ധി സൂക്ഷ്മതയിലേക്ക് എത്തുകയും അതിനോടൊപ്പം ഭഗവത്ഗീതയുടെ തത്വങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കുകയും ചെയ്യും. അങ്ങനെ മനസ്സിലാക്കിയ ഒരാളാണ് എൻ്റെ ഗുരുനാഥനായ ഡോക്ടർ അഷറഫ് ഹിമാലയൻ മാസ്റ്റർ. അദ്ദേഹം ഭഗവത്ഗീതയെ ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം ഈ ഗ്രന്ഥത്തിൽ 2500 വിദ്യകളാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പല പ്രാവശ്യം പറയാറുണ്ടായി. ഓരോ ശ്ലോകത്തിലും പറഞ്ഞിരിക്കുന്നത് ഓരോ 1, 2, 3 വിദ്യകളാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് ശരിക്കും മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക്, വിവേകപൂർവം അതിനെ ശരിക്കും മനസ്സിലാക്കുന്നവർക്ക് ഈ വിദ്യകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിവിടെ ആ വിദ്യകളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. എങ്കിലും ഭഗവത്ഗീതയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ഒന്ന് ഊന്നി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. അവ്യക്താദീനി ഭൂതാനി, എല്ലാ ഭൂതങ്ങളും, അതായത് എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും ഉത്ഭവം എന്ന് പറയുന്നത് അവ്യക്തമാണ്. അറിയാത്ത തലത്തിൽ നിൽക്കുന്നതാണ് അവ്യക്തം എന്ന് പറയും. ഇവിടെ അവ്യക്തത്തെ നാം ഇരുട്ടെന്നോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മായയെന്നോ എന്നൊക്കെ വിളിക്കാം. കാര്യം, സത്യത്തെ കണ്ടറിയാൻ ഉള്ള കഴിവ് തന്നാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ പ്രയത്നം കൂടി വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇവിടെ പ്രയത്നമില്ല. ഇവിടെ വന്നതിന് ശേഷം നാം ചിന്തിക്കുന്നത് അഹംബോധത്തോടുകൂടിയാണ് വരുന്നത്. അഹംബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധത്തിൻ്റെ കൂടെ അഹം കൂടി ചേർന്നാണ് വരുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ അഹം എന്ന് പറയും. പ്രകൃതിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കൊണ്ട് അഹം എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവും. എല്ലാ പ്രപഞ്ച ഘടകങ്ങൾക്കും, മനുഷ്യനായാലും മൃഗങ്ങളായാലും എല്ലാത്തിനും അഹത്തിൻ്റെ ഭാഗമുണ്ട്. അത് ഏറ്റവും കൂടുതൽ അഹത്തെ അനുഭവിച്ചറിയുന്നത് മനുഷ്യനാണെന്ന് മാത്രം. അപ്പോൾ അഹത്തിൽ കൂടി സഞ്ചരിക്കുന്നത് കൊണ്ട് നാം സത്യത്തെ അറിയുന്നതിന് കഴിയാതെ പോകുന്ന അവസ്ഥ. അപ്പോൾ പ്രപഞ്ചം
പ്രകൃതിയിൽ നിന്നും അവ്യക്തമായിരിക്കുന്ന തലത്തിൽ നിന്നാണ് നാം എത്തിച്ചേരുന്നതെങ്കിലും ആ അവ്യക്തത്തെ നമുക്കറിയാൻ സാധിക്കുന്നില്ല. ഞാൻ എവിടെ നിന്നാണ് വന്നതെന്നുള്ള അറിവ് എനിക്കില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം മധ്യം മാത്രമേ നാം കാണുന്നുള്ളൂ. മധ്യത്തിൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ അനുഭവിച്ചറിയുന്ന പ്രകൃതി തന്നിരിക്കുന്ന അഹങ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ആ അഹങ്കാര തലത്തിൽ നിന്നുകൊണ്ട് നാം അനുഭവിച്ചറിഞ്ഞ ലൗകികത്തെയും ഭൗതികതലം അതുമാത്രം അനുഭവിച്ചറിഞ്ഞ് തീർന്നു പോവുകയാണ് ചെയ്തത്. ഇതിനെപ്പറ്റി ഇത് കൂടുതൽ മനസ്സിലാക്കിയാണോ എനിക്കറിയില്ല. പൂന്താനം ഒരു ശ്ലോകം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ രചിച്ചിരിക്കുന്ന ഒരു ശ്ലോകം പിന്നെ ഉത്തമ ഉദാഹരണമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, കൂടെയല്ല ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ. ഇവിടെ ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്ന കാര്യം അദ്ദേഹം ഒരു അല്പം പച്ച മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാം ഒന്നും ജനിക്കുന്നത് കൂടെയല്ല, മരിക്കുന്നതും കൂടെയല്ല. പക്ഷേ മധ്യേ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എങ്ങോട്ട് പോകുന്നു, എവിടെ നിന്ന് വന്നു എന്നുള്ള അറിവ് നമുക്കില്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? മത്സരിക്കുക ചെയ്യുന്നത്. ഞാൻ 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 എന്നുള്ള അഹം നമ്മളിൽ കടന്നുകൂടുമ്പോൾ നാം മത്സരിക്കുകയാണ് ചെയ്യുന്നത്. ആ മത്സരബുദ്ധിയോട് മുന്നോട്ട് നീങ്ങുമ്പോൾ താൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി, എന്തൊക്കെയോ വലുതായി പോയി, അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള അഹംബോധത്തോടു കൂടി നാം മുന്നോട്ട് പോകുമ്പോൾ സത്യത്തെ അറിയാൻ നമുക്ക് സാധിക്കാതെ വരുന്നത്, മറഞ്ഞു പോകുന്നത് സത്യമാണ്. അഹംബോധമാണ് അല്ലെങ്കിൽ ഈ അഹങ്കാരമാണ് അത് വലിയൊരു പർദ്ദയിട്ട്, ഇരുമ്പ് ചട്ടയിട്ട് സത്യത്തെ മറയ്ക്കുന്നത്. അപ്പോൾ സത്യത്തെ മറച്ചു പോകുമ്പോൾ നാം അനുഭവിക്കേണ്ടത് അനുഭവിക്കാതെ പോകുന്നു എന്ന് സാർ. അത് അനുഭവിക്കാൻ സാധിക്കുന്നവർക്ക് അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞവർക്ക് ഇതിൻ്റെ ഉത്ഭവവും അവസാനവും അറിയാം. അവരൊരിക്കലും അഹങ്കരിക്കാൻ അവർക്ക് സാധിക്കില്ല. കാര്യം എല്ലാം അറിഞ്ഞു കഴിഞ്ഞവർക്ക് എങ്ങനെ അഹങ്കരിക്കാൻ പറ്റും? കാര്യം താൻ എന്താണെന്നുള്ള അറിവ്, അതായത് സെൽഫ് റിയലൈസേഷൻ, നമ്മൾ അറിഞ്ഞു ഞാൻ എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ടോ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് നീങ്ങുമ്പോൾ താൻ എവിടെ നിന്ന് വന്നു എന്നുള്ള അറിവ് തനിക്കുണ്ടാവും. താൻ എന്താണെന്നുള്ള അറിവ് തനിക്ക് കിട്ടിക്കഴിയുമ്പോൾ താൻ എവിടെ നിന്ന് വന്നു എന്നുള്ള അറിവ് തനിക്കുണ്ടാവും. ആ അറിവ് സിദ്ധിച്ച വ്യക്തിക്ക് ഒരിക്കലും അഹങ്കാര തലത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മായ കടന്നുകൂടിയിരിക്കുന്നത് കൊണ്ടാണ് അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്നത്. മായ കടന്നുകൂടിയിരിക്കുന്നത് കൊണ്ട് മായയിൽ കുരുങ്ങിപ്പോകുന്ന മനസ്സും ഇന്ദ്രിയങ്ങളും അതുപോലെ തന്നെ ബുദ്ധിയും സൂക്ഷ്മ ബുദ്ധിയിലേക്ക് നാം കടക്കാതെ പോകുന്നു. ഭൗതിക തലത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് പോകുമ്പോൾ സൂക്ഷ്മ ബുദ്ധിക്ക് ഒരിക്കലും ഇടം നൽകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് സ്വധർമാനുഷ്ഠാനത്തിൻ്റെ കാര്യം പറയുന്നത്. സ്വധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ഇവിടെ എത്തിയിരിക്കുന്നത് ജനിച്ച് ഏത് സംസ്കാരത്തിലാണോ ഏത് കുടുംബത്തിലാണോ നാം എത്തിച്ചേർന്നിരിക്കുന്നത് അവിടെ ഒരു സ്വധർമ്മം അനുഷ്ഠിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ സ്വധർമ്മത്തിൽ നിന്നുകൊണ്ട് കർമ്മവാസനയ്ക്ക് ഉതകി അല്ലെങ്കിൽ കർമ്മവാസനയ്ക്കൊത്ത് നാം മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടിരിക്കുന്നു. കർമ്മവാസന നമ്മൾ ഏത് കർമ്മത്തിലാണോ ഇവിടെ എത്തിച്ചേർന്നത് അല്ലെങ്കിൽ ഏത് കർമ്മം ചെയ്ത് തീർക്കാനാണോ ഈ ശരീരം എടുത്തിവിടെ വന്നിരിക്കുന്നത് ആ ശരീരത്തെ നാം വെച്ചുകൊണ്ട് ആ കർമ്മങ്ങൾ ചെയ്തു തീർത്ത് പോകുന്നതല്ലാതെ സ്വധർമ്മത്തിൽ നിന്നുകൊണ്ട് സത്യഗതിയെ പ്രാപിക്കാനുള്ള മാർഗം നമ്മളിൽ തന്നിട്ടുണ്ട്. ഭഗവത്ഗീത ഒരു മാർഗമാണ്. അങ്ങനെ ഉപനിഷത്ത് വളരെയധികം മാർഗങ്ങൾ തന്നിട്ടുണ്ട്. ഈ മാർഗങ്ങളെ അവലംബിക്കാതെ നാം എന്ത് ചെയ്യുന്നു? ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നാം മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പ്രാണൻ എന്ന് പറയുന്നത് എനർജിയാണ്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രാണനല്ല ജീവനെന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനർജി എന്ന് പറയുന്നത് പ്രാണന്റെ ഒരു വശം മാത്രമാണ്. ആ വശത്തെ മാത്രം അറിഞ്ഞുകൊണ്ട് പ്രാണസാക്ഷാത്കാരത്തിലേക്ക് പോകുന്ന വ്യക്തിക്ക് മാത്രമേ ആദ്യം പ്രകൃതി അറിയണം, ശരീരത്തെ അറിയണം. ഭഗവത്ഗീതയുടെ 13-ാമത്തെ അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പ്രകൃതിയെ അറിയാതെ, അതായത് സ്വശരീരത്തെ അറിയാതെ, അതിൻ്റെ സൂക്ഷ്മവശങ്ങളെക്കുറിച്ച് അറിയാതെ ഒരു വ്യക്തിക്കും
പ്രാണസാക്ഷാത്കാരത്തിലേക്ക് കടക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഹിമാലയൻ മാസ്റ്റർ ഡോക്ടർ അഷ്റഫ് ഗുരു പറയാറുണ്ട്, ശ്വാസം എന്താണെന്നുള്ളതും ശ്വാസത്തെക്കുറിച്ചുള്ള അറിവും നീ നേടിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്ര പേർക്കത് അറിയാം എന്നുള്ളത് എനിക്കറിയില്ല. ശ്വാസം എടുക്കാൻ പറയുമ്പോൾ ഗുരു പറഞ്ഞിട്ടുണ്ട് ട്രിഗർ മാത്രം അങ്ങോട്ട് പൊട്ടിച്ചാൽ മതി, അത് പൊയ്ക്കോളും, കുഴപ്പമില്ലാന്ന്. പക്ഷെ എത്ര പേർക്കറിയാം ശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ശ്വാസം എന്താണെന്ന്, ശ്വാസത്തിൽ കൂടി എവിടെ എത്തിച്ചേരാം, ഇതെല്ലാം ഗുരു പറയാറുണ്ട്. അതുകൊണ്ടാണ് എല്ലാ കഴിയും പറയുന്നത് ഇരിക്കുക, 30 തവണ ശ്വാസം എടുക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം ഇത് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങ് ധൃതിയാണ്, ക്യാപ്സൂൾ ഫോമിലാണ് എല്ലാം വേണ്ടത്. അതുകൊണ്ട് എന്ത് പറ്റും? പൊട്ടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങോട്ട് പൊട്ടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. പൊട്ടിച്ച് തിരിച്ചു വന്ന് അടിക്കുന്നതും തൻ്റെ ശരീരത്തേക്കാണെന്നുള്ള ആൾക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ട്, ശ്വാസത്തിൻ്റെ തലത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ഒരു വ്യക്തിക്ക് അവൻ്റെ അകം, അതായത് അകത്തെ കളയാനോ അതുപോലെ തന്നെ സൂക്ഷ്മതയിലേക്ക് കടക്കാനോ അവന് സാധിക്കാതെ വരും. പ്രാണനെ അറിയാതെ വരും. എനർജിയെ കൃത്യമായിട്ട് ഏതൊരു വ്യക്തിയാണ് അറിയുന്നത്? അതായത് ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങളാണ് എനർജി എന്ന് പറയുന്നതും, അതായത് പ്രാണൻ എന്ന് പറയുന്നതും ജീവൻ എന്ന് പറയുന്നതും. ജീവനെ തിരിച്ചറിയണമെങ്കിൽ പ്രാണനെ തിരിച്ചറിയണം. അപ്പോൾ പ്രാണനെ തിരിച്ചറിയാതെ ഒരിക്കലും ജീവനെ അറിയാൻ സാധ്യമാവില്ല. അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്, അവ്യക്തമായിരിക്കുന്ന തുടക്കം എവിടെയാണോ അതിനെ അറിയാതെ ഒരു മനുഷ്യൻ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല എന്ന് വ്യക്തമായിട്ട് ഭഗവത്ഗീത പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ പോകുന്നത് എവിടേക്കാണോ, എങ്ങോട്ടാണ് പോകുന്നത്, ആ അറിവും തനിക്കില്ല. ഈ രണ്ടറിവില്ലാതെ ഒരു വ്യക്തിക്കും അവൻ്റെ പൂർണ്ണമായ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല എന്ന് പറയും. പക്ഷെ എന്തെങ്കിലും കിട്ടും, ഭൗതിക തലത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഈ വരുന്നവർക്കൊക്കെ അതുമാത്രമേ ആഗ്രഹമുള്ളൂ, ഭൗതിക തലത്തിൽ എന്തെങ്കിലും നേടിയെടുക്കുക, നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് എങ്കിൽ പോസിറ്റീവ്, അങ്ങനെ പോവുക. ഇതല്ലാതെ മറ്റൊരു ചിന്ത ആളുകൾക്കില്ലാത്തത് കൊണ്ട് ഈ പറയുന്ന വസ്തുതകളെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാനോ ഒരു താല്പര്യവുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. പിന്നെയും കാട്ടിനുള്ളിൽ ചെന്ന് ചേരുന്ന അവസ്ഥ. ഇവിടെ നിന്ന് പോയാൽ പിന്നെയും തിരിച്ചു വരുന്നത് അതേ അവസ്ഥയിലായിരിക്കും. പിന്നെയും തുടിയന്ത്രം കണക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അവ്യക്തമായിരിക്കുന്ന തുടക്കവും അവ്യക്തമായിരിക്കുന്ന അവസാനവും, ഏതൊരു വ്യക്തിക്കാണോ തിരിച്ചറിയാൻ കഴിയാത്തത്, തിരിച്ചറിയാതെ ഇവിടെ നിന്ന് പോകുന്നത്, അവൻ ജീവിതത്തിൻ്റെ അന്ത്യം കണ്ടതിന് ശേഷം പിന്നെയും തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് വ്യക്തമായിട്ടൊരു ധാരണയോടുകൂടി വേണം നാം ജീവിക്കാൻ. ആ തലത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഗുരുവായി നിൽക്കുന്ന ഏതൊരു സാക്ഷാത്കാരി അല്ലെങ്കിൽ സാക്ഷാത്കാര തലത്തിലെത്തിയ ഗുരുവാണോ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്, നീ അതിലേക്ക് പോകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ തരുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതും അറിവും മറ്റെല്ലാം തന്നെ. പക്ഷെ അറിവിടെ ആർക്ക് വേണം? ഇവിടെ ആർക്കും അറിവ് വേണ്ട, മറിച്ച് അഭ്യാസം മാത്രം മതി. ആ അഭ്യാസം കൊണ്ട് എന്ത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഈ അഭ്യസിക്കുന്നവർക്ക് ആർക്കും അറിയില്ല. താൽക്കാലിക ശമനം കൊണ്ട് ഒരു വ്യക്തിക്ക് എവിടെ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള അറിവ് ആദ്യം നേടിയെടുക്കുക. തൽക്കാലമാണ്, അല്ല ടെമ്പററിയാണ്. ഭൗതികമായാലും ടെമ്പററിയാണ്. ഇന്ന് കണ്ടു നാളെ തീർന്നു, ആളുകൾക്കത് മതി. ധനം വേണം, പിന്നെ വേറെയുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും മതി, അല്ലാതെ വേറെ ഒരു കാര്യവും വേണ്ട. അതുകൊണ്ട് എന്ത് പറ്റി? അവനവൻ്റെ ജീവിതത്തിൽ അവൻ തന്നെ കോടാലി കൊണ്ട് വെട്ടിമുറിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ അവസ്ഥ ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ശ്ലോകത്തെ ഞാൻ ചർച്ച ചെയ്തത്. ഇവിടെ അവസാനം പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഓർത്തിട്ട് എന്ത് കാര്യം എന്നാണ് പറയുന്നത്. നീ ദുഃഖിക്കുന്നത് എന്തുകൊണ്ടാണ്? അർജുനനോട് ചോദിക്കണം, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? നീ ദുഃഖിക്കുന്നത് നിന്റെ മുൻപിൽ നിൽക്കുന്ന എല്ലാ ഈ കാണുന്ന നിന്റെ സ്വജനങ്ങളും അതുപോലെ തന്നെ ഭടന്മാരും അതുപോലെ എല്ലാം തന്നെ ഇന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകേണ്ടവരാണ്. അവരെ നീ കൊല്ലുന്നു എന്ന് നീ വിചാരിക്കുന്നത് കൊണ്ടല്ലേ നീ ദുഃഖിക്കുന്നത്. അതുകൊണ്ട് നീ ദുഃഖിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഉണർന്നെഴുന്നേറ്റ് സ്വധർമ്മമായിരിക്കുന്ന യുദ്ധം ചെയ്യൂ എന്ന് അർജുനനോട് വ്യക്തമായ ധാരണ കൊടുക്കുകയാണ് ഭഗവാൻ ഇതിനകത്തിൽ. നിനക്ക് നിന്റെ തുടക്കവും അറിയില്ല, നിന്റെ അന്ത്യവും അറിയത്തില്ല. എന്നാൽ എനിക്കറിയാം നീ ആരാണെന്നും നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും എങ്ങോട്ട് പോകുന്നു എന്നുള്ളതും വ്യക്തമായിട്ട് എനിക്കറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അർജുന, എഴുന്നേക്കൂ, സ്വധർമ്മമായ യുദ്ധം നീ അനുഷ്ഠിക്കൂ എന്ന് ഭഗവാൻ ഇതിൽ കൂടി പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ കൂടി അർജുനനോടല്ല പറയുന്നത്,
നമ്മൾ ഓരോരുത്തരോടും പറയുന്നത്. സ്വധർമ്മം തന്നാണ് വിട്ടിരിക്കുന്നത്. സ്വധർമ്മത്തിന് വലിയ 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 അർത്ഥമുണ്ട്. ധർമ്മത്തിന് അർത്ഥമുണ്ട്, സ്വധർമ്മത്തിന് അർത്ഥമുണ്ട്. ഓരോ കർമ്മം ചെയ്യുമ്പോഴും സ്വധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഏതൊരു വ്യക്തിയാണോ കർമ്മം ചെയ്യുന്നത്, അതുകൊണ്ടാണ് കർമ്മയോഗി എന്ന് ഭഗവാൻ പറയാൻ കാര്യം. കർമ്മത്തെ യോഗമാക്കി മാറ്റാൻ പറഞ്ഞു. അതിനുള്ള അവസരം തന്നാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ബുദ്ധി തന്നാണ് ഇങ്ങോട്ട് വന്നിട്ടിരിക്കുന്നത്. വിവേകം തന്നാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും നാം തിരഞ്ഞെടുക്കാറില്ല. അപ്പോഴപ്പോഴുണ്ടാകുന്ന കാര്യങ്ങളിൽ മാത്രം ചിന്തിച്ച് അപ്പോഴപ്പോഴുണ്ടാകുന്ന സന്തോഷത്തിലും ദുഃഖത്തിലും കുരുങ്ങി നമ്മൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഗുരുനാഥൻ പറയാറുണ്ട്, ഈ നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ. ഈ നിമിഷത്തെക്കുറിച്ച് ആര് ചിന്തിക്കും? ഈ നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്കും ആ ഒരു തലത്തിലേക്ക്, ഭൗതിക തലത്തിൽ നിന്നും മാറാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾക്ക് ഈ നിമിഷത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഓരോ വ്യക്തിയും ആ തലത്തിലേക്ക്, അതായത് ആത്മീയ തലത്തിൻ്റെ ഉന്നതിയിലേക്ക് കടക്കാനുള്ള ഒരു അവസരം തന്നാണ് നമ്മളിവിടെ വിട്ടിരിക്കുന്നത്. അത് വിനിയോഗിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. എല്ലാവരും ജിജ്ഞാസുവായിക്കൊണ്ട് പ്രയത്നം ചെയ്തു കഴിഞ്ഞാൽ രണ്ടും നടക്കും. ഭൗതികവും വേണം, ആത്മീയവും വേണം. അങ്ങനെ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാൻ എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തോട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ്. നമസ്കാരം.